ഇല്ല, എനിക്കങ്ങനെ തോന്നുന്നില്ല. കാരണം ഒരൊറ്റ നിലപാടുള്ള ആൾക്കാരല്ലല്ലോ സിനിമ എടുക്കുന്നത്. എപ്പോഴും നമ്മളും നമ്മുടെ നിലപാടിൽ തന്നെ. ഉം. എനിക്കിതുവരെ അങ്ങനെ തോന്നിയിട്ടില്ല. കാരണം നിലപാടുള്ള ഒരു നടി എന്നുള്ള ഒരു പേരിൽ തന്നെയാണ് ഞാൻ ഇപ്പോഴും അറിയപ്പെടുന്നതും ഇതുവരെ സിനിമയിൽ അഭിനയിച്ചിട്ടുള്ളത്. അതിൻ്റെ പേരിൽ എനിക്ക് അങ്ങനെ ഒരു കുറേ ചാൻസ് ഇല്ലെന്ന് തോന്നുന്നു. പിന്നെ എൻ്റെ അഭിനയമൊക്കെ കണ്ടിട്ട് ചിലപ്പം കൂടാനും കുറയാനും ഒക്കെ അങ്ങനെയുള്ളൂ. അല്ലാതെ നിലപാടും നമ്മുടെ ജോലിയും നിലപാടും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടെന്ന് എനിക്ക് പ്രത്യേകിച്ചും ഈ സിനിമ ഫീൽഡിൽ അങ്ങനെ ഉണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടില്ല ഇതുവരെ തോന്നിയിട്ടില്ല. ഇനി എങ്ങനെയാണെന്നറിയില്ല. പക്ഷെ എൻ്റെ നിലപാടുകളിൽ ഞാൻ എപ്പോഴും ഉറച്ചു നിൽക്കുകയല്ലേ ചെയ്യും. മനസ്സിലായില്ല. അല്ല, അത് ഇപ്പം നമ്മൾ സമൂഹത്തിലുള്ള കഥാപാത്രങ്ങളല്ലേ നമുക്ക് കിട്ടുന്നത്. അതിൽ ചിലപ്പോൾ ആ കഥയ്ക്കനുസരിച്ച് ചിലപ്പോൾ നമുക്ക് ആ കഥാപാത്രങ്ങൾക്ക് ചിലപ്പോൾ ഒരു നിലപാട്. ഇപ്പം ഞാൻ ഒരു ഭയങ്കര സ്ത്രീവിരുദ്ധയായ അല്ലെങ്കിൽ ഒരു കുലസ്ത്രീയായിട്ടൊക്കെ വേഷത്തിൽ അഭിനയിക്കേണ്ടി വന്നേക്കാം. പക്ഷെ അത് എൻ്റെ ലൈഫിൽ ഞാൻ അല്ലെങ്കിൽ ആ കഥയെ അത് മുന്നോട്ട് നയിക്കുന്നുണ്ടോ അല്ലെങ്കിൽ അതാണ് ശരിയെന്ന് അത് പറയുന്നുണ്ടെങ്കിൽ എനിക്ക് ആ എഴുത്തുകാരോട് വേണമെങ്കിൽ പറയാം. പക്ഷെ അത്രയൊന്നും ഒരു സ്വാധീനം ചെലുത്താനുള്ള കഴിവ് പോലും ആയിട്ടില്ലാത്ത ഒരാളെന്ന നിലയ്ക്ക് ആ ഒരു സ്വാധീനം ചെലുത്താനുള്ള ഒരു ഇതിലേക്ക് ഞാൻ ആ ഒരു നിലയിലേക്ക് എത്താനുള്ള ഒരു ശ്രമമെങ്കിൽ ഞാൻ നടത്തും. പക്ഷെ അതുവരെ ഇതുപോലത്തെ ഉള്ള ആൾക്കാരൊക്കെ ഉള്ളതാണ് നമ്മുടെ ലോകമെന്ന് മനസ്സിലാക്കി എൻ്റെ ജീവിതത്തിൽ ഞാൻ എൻ്റെ നിലപാടുകൾ തുടരുകയും സിനിമയിൽ പരമാവധി കിട്ടുന്ന വേഷങ്ങളൊക്കെ അഭിനയിക്കുകയും ചെയ്യും. അതെ. എങ്ങനെ? തീർച്ചയായിട്ടും ഉണ്ടാകും. ഒരു ആത്മസംഘർഷം ഉണ്ടാകും. പിന്നെ പലപ്പോഴും ഈ ഷോർട്ട് ഫിലിമിലൊക്കെ ഞാൻ അവരുമായിട്ട് ഇങ്ങനെ സംസാരിക്കാറുണ്ട്. നമുക്കതൊന്ന് ഇങ്ങനെ ആക്കാൻ പാടില്ല അല്ലെങ്കിൽ അതൊന്ന് മാറ്റാൻ പാടില്ല എന്നൊക്കെ. അതൊന്നും എനിക്കതിനുള്ളൊരു കഴിവൊന്നും ആയിട്ടില്ല എന്നാണ് ഞാൻ ഇപ്പോൾ വിചാരിക്കുന്നത്. അങ്ങനെ ആകുന്ന ഒരു അവസരം ഉണ്ടാകുമായിരിക്കും. സിനിമയിലൊക്കെ ഉണ്ടാകുമ്പോൾ എനിക്കിങ്ങനെ അങ്ങനെ ശക്തമായി തന്നെ പ്രതികരിക്കും.